അന്തരിച്ച മുൻ ധർമ്മടം എം.എൽ.എ. കെ നാരായണന് പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ യാത്രയയപ്പ് അന്തിമ ചടങ്ങുകൾ നടക്കുകയാണ്. ചേതൻ ചേരുകയാണ്. ചേതൻ, അന്തരിച്ച ധർമ്മടത്തെ മുൻ എം.എൽ.എ. കെ നാരായണന്റെ സംസ്കാര ചടങ്ങുകൾ ആരംഭിച്ചിരിക്കുന്നു. ചേതൻ ചേരുകയാണ്. ചേതൻ, ധർമ്മടത്തെ മുൻ എം.എൽ.എ. കെ നാരായണന്റെ സംസ്കാര ചടങ്ങുകൾ നടക്കുകയാണ്. എന്തൊക്കെയാണ് വിവരങ്ങൾ? ഷമി, അവസാനമായി ധർമ്മടം മുൻ എം.എൽ.എയും ജില്ലയിലെ തന്നെ മുതിർന്ന CPI നേതാവുമായ കെ നാരായണൻ ഇപ്പോൾ ജന്മനാടായ കണ്ണൂരും അടുത്തതായി മൃതദേഹം സംസ്കരിക്കുന്നുള്ള ചടങ്ങിലേക്ക് കടന്നിരിക്കുകയാണ്. കേരള പോലീസിൻ്റെ ഗാർഡ് ഓഫ് ഓണറിന് ശേഷമാണ് ഇത്തരത്തിൽ സംസ്കാര ചടങ്ങുകൾക്ക് തുടക്കം കുറിക്കുന്നത്. ഇപ്പോൾ മൃതദേഹം വഹിച്ചുകൊണ്ട് കണ്ണൂരിലെ പയ്യാമ്പലം ബീച്ചിലുള്ള സംസ്കരണ സ്ഥലത്തേക്ക് ഇപ്പോൾ മൃതദേഹം കൊണ്ടുപോവുകയാണ്. പാർട്ടിയെ സംബന്ധിച്ചോളം വലിയൊരു നഷ്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് എന്ന കാര്യത്തിൽ ഒരു തർക്കവും ഇല്ല. കണ്ണൂരിൽ പാർട്ടി പ്രവർത്തകരിലെ ഏറ്റവും ജനകീയനായ നേതാവിനെയാണ് ഇപ്പോൾ CPIMന് നഷ്ടമാവുന്നത്. ഈ നഷ്ടം നികത്താൻ വേണ്ടി കൂട്ടായ പ്രവർത്തനം ഉണ്ടാകുമെന്ന് എല്ലാ LDF നേതാക്കളും പറഞ്ഞു വെക്കുന്നു. ഏറ്റവും എടുത്തു പറയേണ്ടത് അദ്ദേഹത്തിൻ്റെ സ്വഭാവ മികവും അതുപോലെ തന്നെ സംഘടനാ പാഠവും തന്നെയാണ്. എല്ലാ നേതാക്കളും അസാമാന്യ സംഘാടന മികവുള്ള വ്യക്തിയാണ് വിട്ടുപോയതെന്നാണ് എല്ലാ നേതാക്കളും ഒരുപോലെ പറഞ്ഞു വെക്കുന്നത്. വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് വളരെ കഷ്ടപ്പെട്ട് പടിപടിയായി പാർട്ടിയുടെ എല്ലാ തലത്തിലേക്കും വളർന്നു വന്ന് ജനപ്രിയനായി മാറിയ നേതാവിനെയാണ് ഇപ്പോൾ പാർട്ടിക്കും അതുപോലെ തന്നെ ജന്മനാടായ കണ്ണൂരിനും നഷ്ടമാകുന്നത്. അവരുടെ പാർട്ടിയുടെ പ്രിയപ്പെട്ട കെ വിട ചൊല്ലാൻ ഏതാനും അതിൻ്റെ സംസ്കാര ചടങ്ങിലേക്ക് കടക്കുകയാണ്. എല്ലാ നേതാക്കളും അല്പസമയം മുമ്പ് CPIM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ അന്തിമോപചാരം ഉണ്ടായിരുന്നു. ധാരാളം പ്രവർത്തകരാണ് അങ്ങോട്ടേക്ക് ഒഴുകിയെത്തിയത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ, അതുപോലെ തന്നെ CPIMൻ്റെ സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദ മാസ്റ്റർ, കെ രാഗേഷ്, P ജയരാജൻ, കെ ശൈലജ, P ശശി തുടങ്ങി CPIMലെ മുതിർന്ന നേതാക്കൾ അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിട്ടുണ്ട്. ഇവിടെ അദ്ദേഹത്തിന് വിട ചൊല്ലാൻ വേണ്ടിയും പാർട്ടി സെക്രട്ടറിയായ ഗോവിന്ദ മാസ്റ്റർ, കെ രാഗേഷ്, P ജയരാജൻ, P ശശി തുടങ്ങിയ CPIMലെ മുതിർന്ന നേതാക്കന്മാർ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്.
CPIM കുറിച്ച് കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ സാധാരണ കുടുംബത്തിൽ ജനിച്ച് ഒരു ബീഡി തൊഴിലാളിയായി ജീവിതം ആരംഭിച്ച് പടിപടിയായി പരന്ന വായനയിലൂടെയും ജീവിതാനുഭവങ്ങളിലൂടെയും ആർജിച്ചെടുത്ത കരുത്തുമായും പടിപടിയായാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലേക്ക് ഉദിച്ച് പടർന്ന് കയറിയത്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വിഭജനത്തിന് ശേഷം CPIMലേക്ക് മാറിയ KK നാരായണൻ പിന്നീട് സഹകരണ പ്രസ്ഥാനത്തിലും തൻ്റെ കരുത്ത് തെളിയിക്കുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ എടുത്തു പറയത്തക്ക ഒരു സംഭാവന തന്നെയാണ് വിനോദസഞ്ചാര വകുപ്പിനും ഉണ്ടായിട്ടുണ്ട്. കണ്ണൂരിലെ വിസ്മയ പാർക്ക് അത് പ്രാവർത്തികമാക്കാൻ അദ്ദേഹം സ്വീകരിച്ച നടപടി ഏറെ പ്രശംസിക്കപ്പെട്ടു. ഇപ്പോൾ ഇത് ദൃശ്യങ്ങളിൽ കാണുന്നത് അതിന് അവസാനമായി അദ്ദേഹത്തിൻ്റെ മൃതശരീരം തീനാളം ഏറ്റുവാങ്ങാൻ വേണ്ടി ഒരുക്കുന്ന ചടങ്ങിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്. CPIൻ്റെ തലമുതിർന്ന എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. ഏതാനും നിമിഷം കൊണ്ട് തന്നെ മൃതദേഹം അഗ്നിയിലേക്ക് പകരുന്നതാണ്. ആണ് അദ്ദേഹം ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് വിജയിച്ച് MLA ആവുന്നത്. അതിനു മുമ്പും അദ്ദേഹം കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായി കഴിവ് തെളിയിച്ച വ്യക്തി കൂടിയാണ്. ജീവിതത്തിൻ്റെ 77-ാം വയസ്സിലാണ് അദ്ദേഹം വിട പറയുന്നത്. ജീവിതത്തിൻ്റെ അവസാന നാളുകളിൽ പോലും അദ്ദേഹം രാഷ്ട്രീയത്തിൽ ഉറച്ച് നിന്നിരുന്നു. ശാരീരിക അവശതകൾ ധാരാളമുണ്ടെങ്കിലും അതൊക്കെ മാറ്റിവെച്ചുകൊണ്ടാണ് അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടത്. മറ്റു പല സഹപ്രവർത്തകരും ഈ ശാരീരിക ആവശ്യതയുണ്ടെങ്കിലും അല്പസമയം ലീവ് എടുക്കാൻ പറഞ്ഞെങ്കിലും അതൊന്നും ഭാവിക്കാതെ അതൊന്നും മാനിക്കാതെ അവസാന നിമിഷം വരെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെ മുറുകെ പിടിച്ച് പാർട്ടി പ്രവർത്തനത്തിൽ മുഴുകുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത്. കഴിഞ്ഞ ദിവസമാണ് മുണ്ടല്ലൂർ LP സ്കൂളിൽ NSS ക്യാമ്പിലെ കുട്ടികളുമായി സംവദിച്ചു കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശാരീരിക അസ്വാസ്ഥ്യം വരികയും പിന്നീട് AKG മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ പ്രവേശിപ്പിക്കുകയും പിന്നീട് മറ്റ് മിംസ് ആശുപത്രിയിൽ പ്രവേശിച്ചു. അവിടെ വെച്ചാണ് അദ്ദേഹത്തിൻ്റെ ഇന്നലെ വൈകിട്ട് 5:51 മരണം സംഭവിക്കുന്നത്. കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് അധ്യക്ഷനായിരുന്ന അദ്ദേഹം 2011 ധർമ്മടം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. കണ്ണൂർ ജില്ലാ സഹകരണ ബാങ്ക് അതുപോലെ തന്നെ AKG സ്മാരക സഹകരണ ആശുപത്രി എന്നിവയുടെ അധ്യക്ഷൻ ആയിരുന്നു. ചൊവ്വാഴ്ച രാവിലെ കൂത്തുപറമ്പിൽ നടന്ന കൂത്തുപറമ്പ് സഹകരണ യൂണിയൻ്റെ സഹകരണ വാരാഘോഷത്തിലും അദ്ദേഹം സമ്മാനദാനം നടത്തിയിരുന്നു. തൃശ്ശൂരിൽ സഹകരണ വാരാഘോഷ ചടങ്ങിലും അദ്ദേഹം പങ്കെടുത്തിരുന്നു. ഇതൊക്കെ വ്യക്തമാക്കുന്നത് ജീവിതത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പോലും അദ്ദേഹം ഈ രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരുന്നു. പ്രായമൊന്നും വകവെക്കാതെ അവസാന നിമിഷം കൊണ്ട് രാഷ്ട്രീയത്തെ മുറുകെ പിടിച്ച വ്യക്തി കൂടിയാണ് ഇപ്പോൾ CPIMന് നഷ്ടമാവുന്നത്. ഏതായാലും അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ്. രാവിലെ പെരളശ്ശേരിയിലെ വീട്ടിലും അതുപോലെ തന്നെ പിന്നീട് AKG മെമ്മോറിയൽ ഹയർ സെക്കൻഡറി സ്കൂളിലും പൊതുദർശനം വെച്ചപ്പോൾ നിരവധി പേരാണ്, പാർട്ടി പ്രവർത്തകരും അതുമാത്രമല്ല പൊതുജന മധ്യത്തിൽ നിന്ന് ധാരാളം പേരാണ് അദ്ദേഹത്തെ അവസാനമായി ഒരു നോക്ക് കാണാൻ വേണ്ടി എത്തിച്ചേർന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ മറ്റ് വ്യക്തിബന്ധങ്ങൾ കൂടി ഉറപ്പിക്കുന്നതാണ്. അത്രയും വ്യക്തിബന്ധമുണ്ടായിരുന്ന വ്യക്തി കൂടിയാണ് കണ്ണൂർ ജില്ലയിൽ KK നാരായണൻ. പിന്നീട് AKG ഹയർ സെക്കൻഡറി സ്കൂളിൽ പൊതുദർശനം വെച്ച മൃതദേഹം പിന്നീട് ഉച്ചയ്ക്ക് ശേഷം എടക്കാട് ഏരിയ കമ്മിറ്റി ഓഫീസിലും പിന്നീട് CPIM കണ്ണൂർ ജില്ലാ കമ്മിറ്റി ഓഫീസിലും മൃതദേഹം പൊതുദർശനത്തിന് വെക്കുകയായിരുന്നു. ഇവിടെ വെച്ചാണ് പിണറായി വിജയൻ അന്തിമോപചാരം അർപ്പിക്കാൻ ഇവിടെ എത്തിയത്. ഗോവിന്ദ മാസ്റ്ററും അതുപോലെ തന്നെ സ്പീക്കർ AN ശംഷീർ, P ജയരാജൻ, KK ശൈലജ, KK രാഗേഷ് തുടങ്ങി CPIMൻ്റെ മുതിർന്ന എല്ലാ നേതാക്കളും ഇവിടെ എത്തിച്ചേർന്നിരുന്നു. ഇപ്പോൾ അവസാനമായി അദ്ദേഹത്തെ വിട നൽകാൻ ഒരുങ്ങിയിരിക്കുകയാണ് ജന്മനാട്. അഭിവാദ്യങ്ങൾ
അന്തരിച്ച മുൻ MLA KK നാരായണന്റെ സംസ്കാര ചടങ്ങുകൾ കണ്ണൂരിൽ നടക്കുകയാണ്. ചേതനാണ് വിവരങ്ങൾ നൽകിയത്.